നീയൊക്കെ ആഹാരം കണ്ടിട്ടുണ്ടോ? ആഹാരം എന്താണെന്ന് നിനക്കൊക്കെ അറിയാവോ? സത്യം പറയാലോ, ഇമാതിരി പുഴുത്തൊരു സീസൺ ആഹാരത്തിന്റെ പേരിലാണ് അടി. ഇതുവരെ 120ഓളം കണ്ടസ്റ്റൻസ് സീസൺ 1 മുതൽക്ക് 6 വരേക്കും വന്നിട്ടുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത കൊതിയും നക്കിത്തരമാണ് ഈ സീസണിലെ കണ്ടസ്റ്റൻസിന്. ഒരാൾക്കെന്നല്ല, എല്ലാവർക്കും. ഈ സീസണിൽ 10,000 അടി നടന്നിട്ടുണ്ടെങ്കിൽ 9,999 അടിയും ആഹാരത്തിന്റെ പേരിൽ. അടുക്കളയിൽ എന്ത് വൃത്തികെട്ട മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്? ഞാനിത് എണ്ണി വെച്ചിരിക്കുകയാണ്. തുടക്കം മുതൽ ഇന്ന് വരേക്കും ഈ വീട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ അടി അടുക്കള അടി. ഒരു ഫിസിക്കൽ അസോൾട്ട് വരെ അവിടെ നടന്നത്. മീൻസ് നെവിനും ഷാനവാസും ഉള്ള വിഷയത്തിൽ ഷാനവാസ് അവിടെ വീണ് ആശുപത്രിയിൽ വരെ ആയതിന്റെ കാരണം എന്താ? അടുക്കള, തീറ്റി. ഇത് തന്നെ ഇവർക്ക് ലക്ഷ്യം. സത്യം, ഇതിനൊക്കെ തിന്നാൻ ഒരു ലോഡ് വാങ്ങിച്ചിട്ട് കൊടുക്കും ബിഗ് ബോസ്. നിങ്ങൾക്ക് കണ്ടന്റ് അല്ലേ ഇല്ലാത്തത്? നിങ്ങൾക്ക് കണ്ടന്റ് വേണോ? ഒരു ലോഡ് ആഹാരം ഇറക്കിക്കൊടു. ഇത് നിങ്ങൾ സുഖമായിട്ട് തിന്നതാ ഇത്ര വയറും വെച്ച് നിങ്ങൾക്ക് കണ്ടന്റ് ഇറക്കി തരും. ആഹാരം കിട്ടാത്തതിന്റെ പ്രശ്നമാണിത്, വേറെ ഒന്നുമല്ല. ഇമാതിരി മോട്ടിക്കലുള്ള ഒരു സീസൺ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയും, ഇമാതിരി തീറ്റിക്ക് വേണ്ടി അടി കൂടുന്ന ഒരു സീസൺ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആഹാരം കുറവല്ലേ അൻസിഫ അവിടെ പോയാൽ എങ്ങനെ പറയും? എടാ മക്കളെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സീസണിൽ ഇവർക്ക് എത്രമാത്രം റേഷൻ കൊടുത്തിട്ടുണ്ടോ അതേപോലെ തന്നെ എല്ലാ സീസണിലും കൊടുക്കുന്നത്. സ്പെഷ്യലായിട്ട് ഇവർക്കുള്ളത് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരാഴ്ചയിൽ ഇവർക്ക് ഈ സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ഉള്ളതിൻ്റെ ബിഗ് ബോസ് ആണ് ഫുഡ് കൊടുക്കുന്നത്, ബിരിയാണിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അന്നപ്പം നോൺ വെജ് ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഇവർക്ക് കൊടുക്കുന്ന റേഷൻ തൈരുണ്ട്, മുട്ടയുണ്ട്, പാലുണ്ട്. ഇത് നിങ്ങൾക്കൊക്കെ എന്താ സൂക്കേടാണ്? ആഹാരം കണ്ടിട്ടില്ലേ നിങ്ങൾ ആരും? നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അവിടെ കഴിഞ്ഞു കൂടി പോകാനുള്ള ഫുഡ് അവിടെ തരുന്നുണ്ട്. ചപ്പാത്തി, പരിപ്പ്, ഉപ്പുമാവ്, ഇതെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ആഹാരം തികയാതെ വരുന്നുണ്ടോ? തുടക്കത്തിൽ ആദ്യത്തെ ഒരു 2-3 ആഴ്ച ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം ഉണ്ടാക്കുന്നതിന്റെ അളവിലൊക്കെ വിഷയങ്ങൾ വരും. അതിന്റെ അപ്പുറത്തേക്കായിട്ട് എന്താ വിഷയം അവിടെ വരത്തില്ല. നിങ്ങൾക്ക് എന്താ പറയുക, നാക്കി തിന്ന് ഇത് എല്ലാം കിട്ടിപ്പോതിച്ച് അണ്ടാവ് കണക്കിന് വാരി തട്ടണമെന്നുള്ള മൈൻഡ് ഇരിക്കുവാണ്. സത്യം, എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഇമാതിരി എന്ത് വൃത്തികെട്ട പുഴുത്ത മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ആഹാരത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നു. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ പട്ടിണി ആൾക്കാർ കിടക്കുന്നുണ്ട്. ടാസ്കിന് വേണ്ടി നിങ്ങൾക്കൊക്കെ ചുമ്മാ ഇരിക്കാൻ അറിയാലോ. ഇന്നിപ്പോ അവിടെ കാർ ടാസ്ക് വന്നു, നിങ്ങൾക്ക് ആഹാരം കഴിക്കാതെ അവിടെ ഇരിക്കാൻ അറിയാമല്ലോ. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കും. എന്തൊരു അടിയാണിത്? ആ ഭക്ഷണം കാണാതെ കിടക്കുന്ന പോലെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. സത്യമായിട്ട് ഞാൻ ഇന്ന് നോക്കിയതിരിക്കുമായിരുന്നു, ഇന്ന് രാത്രിയിലെ കാര്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ട്. ടിക്കറ്റ് ഫിനാലെ നൂറ കൈയടക്കി. സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നല്ല ലീഡിൽ തന്നെയാണ് നൂറ അത് കരസ്ഥമാക്കിയിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇന്നും നടന്ന വിഷയങ്ങളിൽ ശരിക്കും നമ്മുടെ നെവിൻ്റെയും ഷാനവാസിൻ്റെയും ഇടയിൽ നടന്ന വിഷയം, ഇത് നെവിൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതാണോ, പാലിന്റെ കവർ എടുത്ത് എറിഞ്ഞതാണോ, അടിച്ചതാണോ, എന്തായാലും പുള്ളി ഹോസ്പിറ്റലിൽ ആയിട്ടുണ്ട്. അതിന് കാരണം നെവിനാണെന്ന് പറയുന്നുണ്ട് നൂറ. അതിന്റെ പേരിൽ വീടിനകത്ത് ഒരു കത്തൽ ഇന്ന് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആഹാരത്തിന്റെ പേരിൽ തന്നെയാണ് ഇന്ന് അടി നടക്കുന്നത്. ഫ്രിഡ്ജൊക്കെ അടിച്ച് പൊട്ടിച്ച് ആകെ മൊത്തം ബഹളമാക്കിയതും ആഹാരത്തിന് എന്ത് വൃത്തികെട്ട മെസ്സേജുകളാണ് കൊടുക്കുന്നത്. രണ്ടടുക്കള വെച്ച് കൊടുക്കുന്നു. സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന മിസ്റ്റേക്കാണ്. പണ്ട് അമ്മായും മരുമോളും കൂടെ വെച്ച് കൂട്ടിക്കൊണ്ടിരുന്ന സമൂഹത്തിൽ നിന്ന് ഇന്ന് അവർ ഫ്രണ്ട്സിനെ പോലെ ജീവിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ ഇനി എത്ര വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലെന്ന് പറഞ്ഞാലും പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന മെസ്സേജ് ശരിയല്ല. അക്ബറിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ഷോ ഡയറക്ടർ. അനുമോള് പറയുന്നത് സർഗോ സാറിനെയാണ്. ഏത് അരിയാഹാരം തിന്നുന്നവന് കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇതൊന്നും എപ്പിസോഡിലില്ല. ആദില പറയുന്നുണ്ട് അക്ബറിനെ വെള്ള പൂശാനായിട്ട് വീക്കെൻഡിൽ വരുമായിരിക്കാം, പക്ഷെ നമുക്കറിയാം ഇവൻ എത്ര വൃത്തികെട്ടവനാണെന്ന്. ഇത് എപ്പിസോഡിലില്ല. ഇതെല്ലാം ലൈവിൽ മാത്രമുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ന് അനീഷ് മീറ്റിംഗ് വെക്കാൻ പറയുന്നു. അനീഷിന്റെ മണ്ടയിലോട്ട് മറിഞ്ഞു തരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ആഹാരത്തിന് വേണ്ടി അടി ഉണ്ടാക്കാത്ത ഒരേ ഒരാൾ അനീഷാണ്. നിസ്സംശയം പറയാം. അനീഷ് ഒഴിച്ച് എല്ലാ എണ്ണത്തിനും ആഹാരത്തിനും തിന്ന് കൂടിച്ച് അവിടെ കിടക്കുന്നതിന്റെ അഹങ്കാരമാണ്. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. ഈ പറഞ്ഞ പോലെ ആര്യന്റെ കമന്റ് അടികൾ, ദേഹത്ത് തൊടാൻ പോക്ക്, കൺസെന്റ് ഇല്ലാതെ പെണ്ണുങ്ങളുടെ കൂടെയുള്ള കമന്റ് അടികൾ, വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്ത് കഴിക്കല്, അല്ലെങ്കിൽ എടുക്കൽ ആ സ്വഭാവം. സാബുമാൻ വരെ മിണ്ടാതിരുന്ന സാബുമാൻ വരെ കത്തിക്കയറി ആ വിഷയത്തില്. ആരെയും കുറച്ച് പൊടിക്ക് ഓവറൊന്നുമല്ല, ഒരു അല്പത്തിന് കൂടുതലായിട്ട് അങ്ങ് ഓവറായിട്ട് നിൽക്കുവാണ്. പൊടിക്കൊന്നുമല്ല മക്കളെ, ആകെ മൊത്തം വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സത്യം പറയാലോ, ഈ എണ്ണി ഇരിക്കുവാണ് ഈ സീസൺ ഒന്ന് തീർന്നു കിട്ടാൻ. എണ്ണി കണ്ടന്റാണ്, നമുക്ക് പൈസ കിട്ടുന്നതാണ്. ഒരു വർഷത്തെ 100 ദിവസത്തെ ജോലി കൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. 3 വർഷം കൊണ്ട് 5 സീസണും റിവ്യൂ ചെയ്തു. പക്ഷെ ഇമാതിരി ഒരു സാധനം
ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീരല്ലേ എന്നാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ നീട്ടണേ. ഈ വർഷം ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞോ? എല്ലാ വർഷവും ബിഗ് ബോസ് നടക്കുമ്പോൾ നമ്മൾ പറയും 100 ദിവസം നമുക്ക് തികച്ച് കണ്ടാൽ മതി. 100 ദിവസം കൂടുതലൊന്നും വേണ്ട. ആ 98ന്റെ കൂടെ ഒരു 2 ദിവസം കൂടി നമുക്ക് തികച്ചൊരു 100 ദിവസം കണ്ടാൽ മതി. ഇത്തവണ ഏതെങ്കിലും ഒരു പിള്ളേർ പറഞ്ഞു? ഒരു കൊച്ചു കുട്ടിമണി ഏതെങ്കിലും ഒരു അപ്പാപ്പന്മാരോടുള്ള ആരെങ്കിലും പറഞ്ഞു? പറയൂല. 98 നിന്ന് 2 ദിവസം കൂടിക്കഴിഞ്ഞാൽ ഇതുങ്ങളിവിടെ അടിച്ച് പൊട്ടിക്കും. അടുക്കള അടിച്ച് പൊട്ടിക്കും. അമ്മാതിരി വഴക്കാവും. കാരണം ആൾക്കാർക്ക് അത്രയ്ക്ക് വെറുത്തുപോയി. സത്യം, എന്നെയൊക്കെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്പറൊക്കെ ഉള്ളവരൊക്കെ വിളിക്കാറുണ്ട്. അവർ വിളിച്ചിട്ട് ശരിക്കും ചോദിക്കുന്നത് എങ്ങനെയാണ്, എന്തുവാണ് അൻസിഫെ ഇത്തവണത്തെ സീസൺ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെയൊക്കെ ഇന്നും വിളിച്ചിട്ട് ആൾക്കാർ എങ്ങനെയാ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെയൊക്കെ സമ്മതിക്കണമെന്ന്. ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അടങ്ങുന്ന നമ്മളെ സമ്മതിക്കണം. കാരണം അമ്മാതിരി പുഴുത്ത വർത്താനമാണ് ഇതിനകത്ത്. ഞാൻ ഇങ്ങനെ പറയുള്ളൂ, പുഴുത്ത വർത്താനം ഇതിനകത്ത് നടക്കുന്നത്. പുഴുത്ത ചകടയും ചണ്ടയും. ഇത് കാണാനല്ലേ ബിഗ് ബോസിനും TRP കിട്ടുമായിരിക്കാം, വ്യൂവർഷിപ്പ് കിട്ടുമായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ചാണകത്തിൽ കിടന്ന് മുങ്ങി ഇറങ്ങി റോട്ടിൽ നടന്ന് 4 ആൾ കാണുന്നതിന് TRP എന്ന് പറയാൻ പറ്റത്തില്ല, അതിനെ വ്യൂവർഷിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് ആരാണ്ട് അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ ആളുകൾ നോക്കി നിൽക്കുന്നതാണ്. തുണിയില്ലാതെ ഓടിക്കഴിഞ്ഞാൽ ആരായാലും നോക്കി നിൽക്കും. അത് എന്താണ് കാണിക്കുന്നത്? അവൻ്റെ എത്രയുണ്ട്, ഇവൻ്റെ എത്രയുണ്ട്, അങ്ങനെയുണ്ടോ, ഇങ്ങനെ അത് നോക്കി. അതിന് ചന്തമൊന്നുമില്ല, അതിന് ഒരു ചന്തവും ഇല്ല. എൻ്റെ പൊന്നു മക്കളെ, ചാണകത്തിൽ മുക്കി തുണിയില്ലാതെ ഓടുന്നതിന് ഒരു ചന്തവും ഇല്ല. പറഞ്ഞ മനസ്സിലായോ? ഇത് വെറുതെ ആൾക്കാർ വ്യൂവർഷിപ്പ് ഇടുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ് ഇങ്ങനെ നോക്കണമല്ലോ ഏതാ നടക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ പറയുവോ ഈ സീസൺ ഓർത്തു വെക്കാൻ പറ്റാവുന്നതാണെന്ന്? നിങ്ങൾ ആരെങ്കിലും പറയൂ? ഞാൻ പറയൂല. എനിക്ക് പറ്റത്തില്ല. എനിക്കിത് പറ്റത്തില്ല മക്കളെ, എനിക്ക് പറ്റത്തില്ല, സത്യമായിട്ട് പറ്റത്തില്ല. ഞാൻ വെറുതെ ആവശ്യമില്ലാതെ റീച്ച് കൂട്ടാൻ വേണ്ടി ഈ കിടന്ന് കത്തുന്ന അല്ല. എനിക്കിത് പറയണമെന്ന് തോന്നി. ഈ കാര്യം എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക്? ഈ സീസണിന്റെ അനാവശ്യ പ്രശ്നങ്ങൾ. വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7ന്റെ ഡേ 82 ഒക്ടോബർ 24 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ഹൈപ്പ് നിങ്ങൾ എന്തായാലും ചെയ്യണം. പിന്നെ കണ്ടസ്റ്റൻസ്, ശരിക്കും പറയാം ഈ സീസണിലെ ഒരാൾക്ക് പോലും കപ്പ് കിട്ടാൻ ഒരു അർഹതയും ഇല്ല. അത്ര മാത്രമാണ് ഇവർ ഇതിനകത്ത് കാണിച്ചു കൊടുക്കുന്നത്. മോർണിംഗ് സോങ് സോനാരേ സോന നിലാവ് തെളിഞ്ഞില്ലേ, അതാണ് പാട്ട്. അനിമോള് ഇന്ന് രാവിലെ സ്വന്തം ബെഡിൽ കിടന്നുറങ്ങണം. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇന്നലെ ഈ കാണിച്ച ഡ്രാമ എന്തിനായിരുന്നു? ആ പുറത്തു പോയി സോഫയിൽ പോയി കിടക്കേണ്ട കാര്യം എന്താണ്? ഞാൻ പറയുന്ന ഒരു കാര്യം, അനു തെറ്റ് ചെയ്താലും അക്ബർ ചെയ്താലും ആരനോ നെവിനോ ആര് ചെയ്തു കഴിഞ്ഞാൽ അവരെ വിമർശിക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവർ നല്ല എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ ഞാൻ സപ്പോർട്ടും ചെയ്യും. ഒരു ഭാഗത്ത് നിന്നിട്ടില്ല ഇവറ്റകൾ ഒരു മനുഷ്യൻ. പലരും PR ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ അടുത്ത് PR ആണെന്ന് പറഞ്ഞ് ഇന്നലെ ഇട്ട വീഡിയോസിന് വാട്സാപ്പിൽ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരെ കിട്ടി അൻസിഫ് എന്താണെന്ന് കണ്ടിട്ടുണ്ട്. അവർ നല്ല വൃത്തിക്ക് കണ്ടിട്ടുണ്ട്. ഇനി അവരൊരു അക്ഷരം മിണ്ടത്തില്ല. എൻ്റെ അടുത്ത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ നിങ്ങൾ വെറുതെ ഈ കിടന്ന് ചലക്കരുത്. ഈ കമന്റ് ബോക്സിൽ കിടന്ന് PR ആണ് മറ്റതാണ് മറിച്ച് നിങ്ങൾ ഒരു രൂപ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞൊരു തെളിവ് കൊണ്ടുവാ. ഞാൻ എൻ്റെ ചാനൽ ഡിലീറ്റ് ആക്കി പോകും. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. ഇനി ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനേക്കാളും നല്ല കണ്ടന്റ് PR വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പൈസയെങ്കിലും കിട്ടും. ആ പൈസയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ പൈസ കിട്ടും ചാനലിൽ. കാരണം അത്രയ്ക്ക് ഡൗണാ. കുറെ പേരുടെ ചോദിച്ചാലോ ചാനൽ എന്തുകൊണ്ട് അൻസിഫ ഡൗൺ? ഇത്തവണ ഡൗൺ ആണല്ലോ. എങ്ങനെ ഡൗൺ ആവാതിരിക്കും? ഈ പുഴുത്ത കണ്ടന്റ് ആർക്കാ വേണ്ടത്? ആർക്കാ? ക്വാളിറ്റിയുള്ള കോൺട്രവേഴ്സീസ് ആണ് ആൾക്കാർക്ക് വേണ്ടത്, പുഴുത്ത കോൺട്രവേഴ്സി അല്ല. ഓക്കെ, അനിമോള് സ്വന്തം ബെഡിൽ നിന്ന് കിടക്കുന്നു. ഇന്നലെ ഈ കാണിച്ച നാടകമൊക്കെ എന്തിനായിരുന്നു? ഇന്നലെ ആ സോഫയിലോ അല്ലെങ്കിൽ ഇവിടെ എല്ലാ സ്ഥലവും സോഫകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടാണിത്. ബെഡ്റൂമിന്റെ പുറത്തൊരു സോഫ, ലിവിംഗ് ഏരിയയുടെ ഇങ്ങ് അറ്റത്ത് ഒരു സോഫ, ഗോസിപ്പ് പറയാനൊരു സോഫ, നടുക്ക് ഹാളിൽ ഒരു സോഫ. ഈ ഇഷ്ടം പോലെ സോഫകളാണ് ആ വീട്ടില്. പുറത്ത് മാരുതി സുസുക്കിയുടെ ഒരെണ്ണം ഇങ്ങറ്റത്ത്, മൈജിയുടെ ഒരെണ്ണം അങ്ങറ്റത്ത്. ഇവിടെ എല്ലാം കിടക്കാമല്ലോ. എന്നിട്ട് എന്തിനീ ഡ്രാമ കാണിക്കാൻ വേണ്ടി അവിടെ കയറി കിടന്നത്? അതെനിക്ക് ചോദിക്കാനുള്ള കാര്യം. നിങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യണ്ട. എന്തിനു ചെയ്യുന്നു? ഇതിനകത്ത് ലാലേട്ടന് കപ്പ് കൊടുക്കണം. ലാലേട്ടനാണല്ലോ ഒന്ന് വീക്കെൻഡ് വരുന്നത്. ആ മനുഷ്യനുള്ളതുകൊണ്ട് ഈ സീസൺ ഇങ്ങനെ പോണ്. സത്യം പറയാമല്ലോ, കാർഡുകളൊന്നും വലിച്ച് കീറിയില്ലെങ്കിലും ലാലേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഈ വീക്കെൻഡ് ഇങ്ങനെ പോണത്. അല്ലെങ്കിൽ ഒരു മനുഷ്യർക്ക് ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഏറ്റവും കൂടുതൽ പേര് കാണാൻ ആഗ്രഹിക്കുന്ന വീക്കെൻഡാണ്. നാളെ ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയാം.
മോർണിംഗിലെ വെസലിന്റെ പേരിൽ അവിടെ നടക്കുന്ന കേസ്, അതിനകത്ത് പെണ്ണുങ്ങൾ കഴിവൂല. അത് ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഈ പറയുന്ന ആണുങ്ങൾ മൊത്തം വെച്ചുണ്ടാക്കി, പെണ്ണുങ്ങൾ സെപ്പറേറ്റ് വെച്ചുണ്ടാക്കി, 2 അടുക്കളയായി. ആണുങ്ങൾ വെച്ചത് ആണുങ്ങൾ കഴിവണം, പെണ്ണുങ്ങൾ വെച്ചത് പെണ്ണുങ്ങൾ കഴിവണം, പട്ടായ ഗേൾസ് വെച്ചത് പട്ടായ ഗേൾസ് കഴിവും. ആണുങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കഴിവണം. ഇവര് പറയാണ് അനുമോളെ കൊണ്ടത് കഴിക്കുന്നത്, ഇപ്പൊ തന്നെ നിനക്ക് കഴിവുണ്ടാക്കി തരും അവള്. എന്താ അനുമോള് പറഞ്ഞ കാര്യം അതിനകത്ത് ഞാൻ യോജിക്കുന്നു. കാരണം അനുമോള് പറയുന്നത് ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയ നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കിയവർ പ്രത്യേകിച്ച് കഴിവ് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാത്രം എന്താ പ്രത്യേകത? നിങ്ങൾ കഴിവ് വെക്കേ, നിങ്ങളിത് കഴിവ് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ കോമൺ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നതിന് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിവ് തരും, ഒറ്റയ്ക്ക് നിന്ന്. ഇത് ഇവർക്ക് പറ്റത്തില്ല. തൈരിന്റെ പേരിൽ രാവിലെ ഉണ്ടായ വിഷയം അത് നല്ല കണ്ടന്റാണ്, അത് നല്ല ഓർഗാനിക് സാധനമാണ്. പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്താണ്? തീറ്റിയുടെ പേരിലല്ലാതെ ഇവിടെ എന്താ കണ്ടന്റും ഈ വീടിനകത്തില്ല. ഇതിനകത്ത് ഒരു കണ്ടന്റും തീറ്റിക്കൊരു കുറവില്ല. അതിന്റെ പേരിൽ പിടിച്ച് പറയും. ഞാൻ ഇതാണ് ആലോചിക്കുന്നത്, സമൂഹത്തിന് ബിഗ് ബോസ് കാരണം പലരും സമൂഹത്തിന്റെ പ്രതിഫലനമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇതാണോ പ്രതിഫലനം? വീട്ടിലെ തൈര് പിടിച്ചു പറയുകയാണോ? തൈര് പിടിച്ചു പറിക്കുന്ന ആ കേസിൽ ശരിക്കും നെവിൻ അവിടെ തെറ്റുകാരനാണ്. നെവിൻ ഈ ആഹാരം കട്ടെടുക്കുന്ന സ്വഭാവം നിർത്തണം. അത് വളരെ മോശമാണ്. എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ആഹാരമാണത്. കളിയാക്കി പറയുന്നതല്ല മക്കളെ. നെവിന്റെ വയറ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോരം അതിനകത്ത് ഇരുന്ന് ഫുഡ് കഴിച്ചാണ് വയറാവുന്നത് എന്നുള്ളത്. എനിക്ക് നല്ല വയറ് വെച്ചിരിക്കുക. അപ്പൊ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുമല്ലേ, തിന്നതെന്ന് ഇവിടെ ഇരിക്കാം. അതുകൊണ്ട് അത്രയും ഈ വീട്ടിൽ വന്നിട്ട് അത്രയും ഹെൽത്ത് വൈസ് ഓക്കെ ആയത് നെവിനാണ്. അത് കൂടുതലും കട്ടെടുത്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് എല്ലാവർക്കും കൂടെ ഉള്ള റേഷനാണ്. എനിക്കവിടെ ഏറ്റവും കൂടുതലൊരു ദേഷ്യം വന്നത്, നെവിൻ കട്ടെടുക്കുമ്പോഴത്തേക്കും അക്ബറും ആര്യനും നെവിൻ്റെ അടുത്ത് കത്തുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തമാതിരി അളവിന്? കുറച്ച് മാത്രം. അവർക്ക് നല്ലപോലെ കത്താൻ അറിയാമല്ലോ. അനുമോളോ നൂറയോ ആദലയോ അനീഷോ സാബുമാനോ എടുത്തിരുന്നെങ്കിൽ ഇവർ എന്തോരം അളവിന് കത്തിയേനെ. ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇവർക്ക് അന്തമാതിരി അളവിന് ഇവൻ്റെ അടുത്ത് കത്താൻ അറിഞ്ഞൂടെ? ചോദിക്കുന്നുണ്ട്, ഫൈൻ. ഇവരെടുത്ത് നെവിൻ്റെ അടുത്ത് ആഹാ, ബാക്കിയുള്ള അടുത്ത് ഓഹോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആരെയും അക്ബറും മാറ്റുക, അത് മാറ്റി വെക്കുക. ഓക്കെ, സാബുമാൻ വരെ അവിടെ റൈസ് ആവുന്നുണ്ട്. റൈസായിട്ട് കാര്യമൊന്നുമില്ല, റൈസ് നിന്നുകൊണ്ടിരിക്കലാണ് സാബുമാന്റെ പരിപാടി. അക്ബറിന്റെ ശരിക്കും ഞാൻ സാബുമാനെ മനസ്സിലാക്കിയ സാധനമാണ്. ഇന്നലെ ഇന്നും കൂടെ ആയിട്ട് വീട്ടിൽ 2 അടുക്കളയായി. ഇത് ഒന്നുകിൽ അപ്പുറം പോകണം, ഇല്ലെങ്കിൽ ഇപ്പുറം പോകണം. ഈ 2 ഇടത്തു നിന്നുള്ള തീറ്റി എനിക്ക് അത്ര അത് സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അക്ബറിന്റെ നിന്നും ആരന്റെ അടുത്തുനിന്നും നെവിന്റെ അടുത്തുനിന്നും വാങ്ങിച്ച് തിന്നുന്നുണ്ട്. ഇപ്പുറത്ത് അനുമോളുടെ നിന്നും ആതിരയുടെ അടുത്ത് നൂറുടെ അടുത്ത് മനീഷിന്റെ നിന്നും വാങ്ങിച്ച് തിന്നുന്നുണ്ട്. സത്യം മക്കളെ, സത്യമാണ്, സത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തിനാണ് പറയുന്നത്? എനിക്ക് കണ്ടപ്പം കുറെ പേര് പറഞ്ഞിട്ട് വാഴയാണെന്ന്. വാഴയല്ല. എനിക്ക് മനസ്സിലായ സാധനം, നമ്മൾ ഈ ബിഗ് ബോസ് വീടൊക്കെ ഇങ്ങനെ ചുമന്നു കൊണ്ട് പോകുമല്ലോ, ഒട്ടകം കഴുത, ഈ ചുമന്നുകൊണ്ട് പോകുന്നില്ല, അതുപോലെയാണ് ബിഗ് ബോസിനെ വലിച്ചുകൊണ്ട് പോവാണ് സാബുമാൻ മിക്കവാറും ടോപ്പ് 5 എത്തും. നമുക്ക് കാണാം. ഞാൻ പറഞ്ഞത് സാബുമാൻ കപ്പ് അടിക്കണം, സാബുമാൻ്റെ കയ്യിൽ കപ്പിരിക്കണം. ഒന്നുമില്ലെങ്കിലും അയാളെ കൊണ്ട് ഒരു ശല്യം ഇല്ലല്ലോ, ഒരു എന്താ പറയാ, ഇതുപോലെ പുഴുത്ത വർത്താനം പറയൂലല്ലോ. പക്ഷേ അയാൾ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു അഭിപ്രായമില്ല ഒരു കാര്യത്തിലും. അന്നേരം ആഹാരത്തിന്റെ കേസാണ് സാബുമാൻ വന്ന് തുറന്ന്. പിന്നെ അല്ലെങ്കിൽ സാബുമാനും തുറക്കത്തില്ല. സാബുമാൻ അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും, നടുക്ക് നിന്ന് തീയോടും. ഒന്നുമേ മിണ്ടുന്നില്ല. ഞാൻ നോക്കണം ഇവിടെ കിടന്ന് ഇന്നലെ നടന്ന അടിയിൽ നിങ്ങൾ കാണണമായിരുന്നു. ഇന്നലെ അവിടെ ഷാനവാസ് വീണ് കിടന്ന സമയത്തും അനീഷ് ഷാനവാസിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കൂടെ ഇവിടെ കിടന്ന് കൂട്ടത്തിൽ മുതുക്ക് വഴക്കും. ഒരാൾ വീണ് അവിടെ ചവ കിടക്കുക, ഇവിടെ കിടന്ന് വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതുക്ക് വഴക്കെല്ലാം കൂടി. സാബുമാൻ അന്നേരം എന്താണെന്ന് അറിയുമോ? സാബുമാൻ മിണ്ടാതിരുന്നു. അനീഷ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. തിരിച്ച് കൺഫഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് വന്നിരുന്ന് ലിവിംഗ് റൂമിൽ നടി. സാബുമാൻ മീഡിയേറ്ററെ കണക്കെ ഇങ്ങനെ ഇരിക്കുകയാണില്ല. എനിക്ക് തോന്നുന്നു പാടത്ത് വെച്ച കോലത്തിനാണെങ്കിലും കാറ്റടിച്ച ഒരു അനക്കമെങ്കിലും ഉണ്ടാവും അല്ലേ? ഇത് അതും ഇല്ല. വിഷമം കൊണ്ട് പറയാണ്. സെലക്ഷൻ കമ്മിറ്റിയെ തന്നെ പറയും. ഓക്കെ, ദെൻ അടുത്ത് പിന്നീട് ഇതിനകത്ത് നടക്കുന്ന വിഷയം, ആര്യൻ ഈ പറഞ്ഞ പോലെ അനുമോൾ അവിടെ നിന്ന് വന്ന് തൈരും പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആര്യൻ്റെ അടുത്ത് ആര്യൻ അവിടെ ഒന്നും തൊടാൻ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അനുമോൾ കയറി കത്തുന്നുണ്ട്, ഇതാ പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടാൻ പോകുന്ന പന്നി, നീ തുടരുത് നീ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ തൊട്ടില്ല. മിണ്ടാതെ നിന്നിരുന്നെങ്കിൽ ആര്യനെ സപ്പോർട്ട് ചെയ്യായിരുന്നു ഈ വിഷയത്തിൽ. ആര്യനപ്പം എന്താ ചെയ്തത്? അനുമോൾ ഇങ്ങനെ പറഞ്ഞതും തൊടാൻ പോയി. അപ്പൊ കൺസെന്റ് ഇല്ലാതെ തൊടാൻ പോകുന്നത് എന്ത് ശരിയായ ഒരു കാര്യമാണോ ആര്യ? അത് ആദ്യം പറയുന്നതുകൊണ്ട് ഇവന്റെ ഉദ്ദേശങ്ങൾ ശരിയല്ല, ഇവന്റെ നോട്ടങ്ങൾ ശരിയല്ല, ഇവന്റെ പ്രവർത്തികൾ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ പൊക്കള കേസും അതിനുശേഷമുള്ള പാല് തരുമോ എന്ന് ചോദിച്ച കേസുമാണ് ആദ്യം പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കൂടി അക്ബറിന്റെ കൂടെ വഴക്ക് കൂടി അക്ബർ അനുമോടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്, നിന്റെ വാപ്പ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അക്ബറിന് വാ അനക്കി പറയാൻ അറിഞ്ഞുകൂടാ. പേടിയല്ലേ? ലാലേട്ടൻ വന്ന് ചോദിക്കൂലേ? ലാലേട്ടൻ വന്ന് ചോദിക്കും. അപ്പൊ വാ അനക്കി പറഞ്ഞില്ല. അനുമോള് തിരിച്ചങ്ങ് തന്തയ്ക്ക് വിളിച്ച്.
മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അനുമൊക്കെ മനസ്സിലായല്ലോ ഇവന്മാര് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ തന്തയ്ക്ക് വിളിച്ചു, ഞാനും വിളിച്ചു, നീ വിളിച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കണോടാ, ഞാൻ കേട്ടോണ്ടിരിക്കണോടാ, തിരിച്ചങ്ങോട്ട് വിളിച്ചു. ഒന്നും പറയാൻ പറ്റില്ല. ആരുടെ ഭാഗത്ത് ശരി പറയും, ആരുടെ ഭാഗത്ത് തെറ്റ് പറയും? ആദ്യം വിളിച്ച അക്ബറാണ്, അതുകൊണ്ട് അക്ബറാണ് തെറ്റ്. രണ്ടാമതാണ് അനു വിളിച്ചത്, അതുകൊണ്ട് അനുവാണ് ശരി. പറയാൻ പറ്റുമോ മക്കളെ? ഒരാൾ വിളിച്ചു, തിരിച്ചവരും വിളിച്ചു. വിളിക്കാൻ പോയ അക്ബർ തെറ്റ്, തിരിച്ച് വിളിച്ച് അനുമോള് കാണിച്ചത് തെറ്റ്. ആരെ സപ്പോർട്ട് ചെയ്യും? ഇതാണ് ഈ സീസണിന്റെ അവസ്ഥ. ഇതാണ് ഈ സീസണിന്റെ അവസ്ഥ. ഓക്കെ, ദെൻ അടുത്ത് പിന്നീട് എന്താണ്? ആദില പറയുന്നുണ്ട് ഒരു സാധനം, ഇവൻ വൃത്തികെട്ടവൻ. ഈ വൃത്തികെട്ടവൻ എത്ര വൃത്തികെട്ടവനാണെന്ന് നമുക്കറിയാം. എന്തിനാണ് ബിഗ് ബോസ് ടീമെ നിങ്ങൾ ആരെ വെള്ള പൂശാൻ ശ്രമിക്കുന്നത്? ആരെ വെള്ള പൂശാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? കാരണം ലൈവിനകത്ത് അത് വ്യക്തമായിട്ട് കണ്ടവർക്കറിയാം. അക്ബർ ഇവിടെ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ വീക്കെൻഡിൽ ലാലേട്ടനും ഒന്നും പറയത്തില്ല. അഥവാ വന്നിവരെ വെള്ള പൂശി വിട്ടാലും നമുക്കറിയാം ഈ വൃത്തികെട്ടവൻ എത്ര വൃത്തികെട്ടവനാണെന്ന്. ഈ ഡയലോഗ് ഇത്രയാണ് മൊത്തത്തിലുള്ള ഡയലോഗ്. ഇതിന്റെ കട്ട് പീസ് മാത്രം, ആ ലാസ്റ്റ് ഡയലോഗ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ആദിൽ നെഗറ്റീവ് ആവും. ആദിൽ ഇത് കാണുമ്പോൾ ഒരാൾ വൃത്തികെട്ടവനെന്ന് വിളിക്കുന്നു, ഒരു റീസണും ഇല്ലാതെ. അല്ല, പക്ക എടുത്താണ് ആദില പറയുന്നത്. ഇവന്റെ അടുത്ത് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവന്റെ അടുത്ത് എത്ര പാർഷ്യാലിറ്റി കാണിച്ചവനെ വൈറ്റ് വാഷ് അടിച്ചാലും ഈ വൃത്തികെട്ടവനാണ് എന്നുള്ള കാര്യങ്ങൾ. കാരണം ഈ പുറത്തെ ജനങ്ങൾ മൊത്തവും പറയുന്നത് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെന്നാണ് ജനങ്ങൾ മൊത്തം പറയുന്നത്. നിങ്ങൾ അത് കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്. ഷോയുടെ ഡയറക്ടറിന്റെ ഫ്രണ്ടാണ് ഈ പറയുന്ന അക്ബർ, അതുകൊണ്ട് പാർഷ്യാലിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പുറത്തെ കാര്യം അകത്തുള്ള ഇവർക്ക് ഒരു കാരണവശാലും അറിയത്തില്ല. അകത്തുള്ള അവർക്കും ഇങ്ങനെ തോന്നുമെങ്കിൽ അതിനകത്തൊരു കാര്യമില്ലേ? നിങ്ങൾ പറ. ഓക്കെ, ദെൻ അടുത്ത് കഞ്ഞി സെപ്പറേറ്റ് വെക്കാനുള്ള കിച്ചൺ ടീമിലേക്ക് കഞ്ഞി വെക്കാനായിട്ട് അനുമോൾ വരികയാണ്. എന്തിന്? ഇവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല, വൈകുന്നുണ്ട്. ന്യായമായ കാര്യം, ഫുഡ് ഉണ്ടാക്കാൻ വൈകുമ്പോഴത്തേക്ക് ഉണ്ടാക്കാനായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത് ചോദിക്കാതെ പറയാതെയാണ് അനു ഉണ്ടാക്കാൻ വരുന്നത്. അവിടെയും വന്ന് അനുവിനെ തൊടാനും പിടിക്കാനോ കാര്യം വരുമ്പോൾ നീ എൻ്റെ ദേഹത്ത് തൊടരുത്. അപ്പോൾ ആരും പറയുന്നുണ്ട് എങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ നിന്നുകൊണ്ടുവന്ന സാധനത്തിൽ തൊടും, നിന്റെ സാധനം എടുക്കും. എന്ത് റൈറ്റ്സ് ഉണ്ട് ആരിന് ഈ പറഞ്ഞ ഒരാളുടെ പ്രോപ്പർട്ടി എടുക്കുമെന്ന് പറയാൻ? ആരിന് ഇന്നും ഒന്നിലേയും തുടങ്ങിയ പണിയല്ല. നെവിൻ ഔട്ടായതിന്റെ അന്ന് അനുമോളുടെ ഫേസ് പാക്ക് ഒക്കെ അടങ്ങുന്ന സാധനം എടുത്തുകൊണ്ട് പുറത്ത് കളഞ്ഞ ആളാണ് നെവിൻ ആര്യൻ. അത് നിർത്തണം ആര്യ. ബാക്കിയുള്ള ഒരാളുടെ സാധനം എടുത്തുകൊണ്ട് പോകും ഒരു റൈറ്റ്സും നിങ്ങൾക്കില്ല. ബിഗ് ബോസ് എന്ന സാധനമാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം, ഒളിപ്പിക്കാം, പൊട്ടിക്കാം, എന്തോ നിങ്ങൾ ചെയ്തോ. പക്ഷെ ഒരാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അവരുടെ പ്രിയപ്പെട്ടവര് കൊടുത്തയക്കുന്ന അവർ കഷ്ടപ്പെട്ട് വിയർപ്പിന്റെ പൈസ അറിഞ്ഞ് അധ്വാനിച്ച് മേടിക്കുന്ന സാധനങ്ങളിൽ കൈവയ്ക്കാനോ അതിൽ പോയി അത് എടുക്കാനുള്ള അധികാരം നിങ്ങൾക്കെന്നല്ല ഒരു മനുഷ്യർക്കും ഇല്ല. അതില്ല. അത് ഞാൻ പലതവണ ഞാൻ പറഞ്ഞതാണ്. ബിഗ് ബോസ് കൊടുക്കുന്ന എന്ത് സാധനം വേണമെങ്കിലും ആരെന്നല്ല ആര് വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷെ അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നത്. അന്ന് ജിഷിന്റെയും അക്ബറിന്റെയും കേസിൽ സെയിം ഈ സാധനം നടന്നതാണ്. അയാളുടെ പ്രിയപ്പെട്ടവർ കൊടുത്ത സാധനം അക്ബർ എന്തിനാ എടുക്കാൻ പോയി? അത് തന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത് പിന്നീട് അനീഷ് ഇതിനിടെ കൂടെ കിടന്നൊരു മീറ്റിംഗ് വെക്ക്, ഷഫിളാക്കാം, ടീം ഒന്ന് അറേഞ്ച് ചെയ്യാം. അനീഷ് പറയുന്ന ന്യായമല്ലേ? അനീഷ് പറയുന്ന ന്യായമായ അയാൾക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ അനീഷിന് ഭ്രാന്തെടുത്താണ്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന അവസ്ഥയിലാണ് അനീഷ് അവിടെ ഇരിക്കുന്നത്. എനിക്കത് മനസ്സിലാവും. കാരണം അയാൾ ഭ്രാന്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അവിടെ അടി ഇവിടെ അടി, ആരുടെ ഭാഗത്ത് നിൽക്കും, ആരാണ് ശരി ആരാണ് തെറ്റ് ഒന്നും അറിയത്തില്ല. അയാൾ പറയണം മീറ്റിംഗ് വെക്ക്, ഷഫിൾ ചെയ്യുക. അപ്പൊ അക്ബർ കുറെ മണ്ടയിൽ മറിഞ്ഞങ്ങ് കയറുന്നുണ്ട് അനീഷിന്റെ. താൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല, താൻ വലിയ നന്മയുടെ മകുടമാണോ കിരീടമാണോ എന്ന് വെച്ചുകൊണ്ട് മറിഞ്ഞങ്ങോട്ട് കയറുന്നുണ്ട്. ഉപ്പുമാവിന്റെ കേസ്, അവിടെ അനുമോടെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം ഉപ്പുമാവ് അക്ബർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപ്പുമാവിനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ആ ഫുഡ് പശ പോലെ ഇരിക്കുന്നു, കഴിക്കില്ല, എനിക്ക് പീരീഡ്സ് ആണ്, ഓക്കെ ഫൈൻ, എല്ലാം ശരി തന്നെ. പക്ഷേ ഈ ഫുഡ് അവരുണ്ടാക്കി തന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എനിക്ക് ഈ ഫുഡ് പറ്റില്ല, എനിക്ക് പീരീഡ്സ് ആണ്, എനിക്ക് ഇങ്ങനെ കഴിച്ചാൽ സെറ്റ് ആവില്ല, എനിക്ക് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരണം. ഇത് പറയാം. ഇത് അവർ കേട്ടില്ല എന്നുണ്ടെങ്കിൽ അനുവിന് കയറി ഉണ്ടാക്കാം. ഫുൾ സപ്പോർട്ട് കൊടുത്താൻ ആ കാര്യത്തിൽ. ഇത് അവരുടെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ല. വരുന്നു, അടുക്കള എന്റെയാണ്, ഞാൻ അടുക്കള കുമാരിയാണെന്ന് പറയുന്ന രീതിയിൽ അത് ഉണ്ടാക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ ആഹാരത്തിന് അധിക്ഷേപിച്ച് ഭയങ്കരമായാണ് ഉപ്പുമാവിന് അന്നേരം പറയുന്നത്. ഇവിടെ വന്നിട്ട് കുക്കിംഗ് പഠിച്ച ആളാണ് അനുമോള്. ഇവിടെ വരുന്ന ആരും പെർഫെക്റ്റ് ഒന്നും അല്ല. പക്ഷെ ആ കേസിൽ എനിക്ക് അനുമോടെ കൂടെ നിൽക്കാൻ പറ്റില്ല. അത് ആരനും വന്ന് എതിർക്കുന്നുണ്ട്, നെവിനും എതിർക്കുന്നുണ്ട്. നെവിൻ അവസാനം വിട്ടു. നെവിൻ പറയാണ് എന്തോ തോന്നിയ വാസം ചെയ്യട്ടെ, നമുക്ക് മിണ്ടാതിരിക്കാം എന്നുള്ള കാര്യം നെവിനും പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് ടിക്കറ്റ് ഫിനാലയുടെ 7ാമത്തെ ടാസ്ക് വരുന്നുണ്ട്. മറ്റേ സീസോയിലെ ടാസ്ക് ആണ്. നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ കഥ പറയാനല്ല വന്നത്. അപ്പോൾ അതിനകത്ത് മനസ്സിലായ ഒരു സാധനം, നെവിനാണ് ഏറ്റവും സൂപ്പറായിട്ട് ആ ടാസ്ക് ചെയ്യുന്നത്, നൂറയും രണ്ടുപേരും ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഫൗള് കളിച്ചത് ആര്യനാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ ആര്യൻ്റെ മണ്ടേ കയറുന്നുണ്ട്. ആര്യൻ മാത്രം ഒന്നും അല്ല ഫൗള് കളിച്ചത്.
അതിനകത്ത് മിക്ക ഉള്ളവരും ഈ പറയുന്ന സ്കെയിലിന്റെ തുമ്പറ്റത്തൊന്നും അല്ല അത് വെച്ചിരുന്നത്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തന്നെയാണ് വെച്ചിരുന്നത്. സ്കെയിലിന്റെ തുമ്പറ്റത്താണ് വെക്കാൻ ബിഗ് ബോസ് പറഞ്ഞത്, ചേർത്ത് കൈയുമായിട്ട് ചേർത്ത് ഇങ്ങനെ വെക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വെച്ചവരുണ്ട്. അനുമോൾ അങ്ങനെയാണ് വെച്ചത്, ആര്യൻ അങ്ങനെയാണ് വെച്ചത്. അപ്പൊ ആര്യൻ അങ്ങെത്താറാകുമ്പോൾ ആര്യൻ്റെ അടുത്ത് മാത്രം അത് വിളിച്ച് പറയേണ്ട കാര്യമില്ല. അവിടെ വെക്കുന്ന വീട്ടുകാർ കാണിക്കുന്നതും പാർഷ്വാലിറ്റിയാണ്, ബിഗ് ബോസ് കാണിക്കുന്നതും അവിടെ പാർഷ്വാലിറ്റിയാണ്. അത് മാത്രമല്ലാതെ ആ ടാസ്ക് ആക്ച്വലി ചെയ്യാനുള്ളതും അവിടെ തെറ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു കട്ട അടിച്ചിട്ടിട്ട് അത് പോയില്ല എന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചെടുത്ത് കൊണ്ട് വെക്കണം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ നമ്പർ 1 കട്ട അടിച്ച് പോയില്ലെങ്കിൽ ഈ നമ്പർ 1 ഇവിടെ ഇരിക്കും. അടുത്ത് നമ്പർ 2 എടുത്ത് വെച്ച് അടിക്കുമ്പോൾ നമ്പർ 2 പോകത്തില്ല. നമ്പർ 2 പോയി നമ്പർ 1 തട്ടി ആ കട്ട അങ്ങ് വീഴും. ക്യാരംസ് കളിക്കും പോലെ, ക്യാരംസ് കളിക്കും പോലെ അല്ല ഇത് കളിക്കാനുള്ളത്. ഒരു കട്ട അടിച്ചിട്ടിട്ട് വീണില്ലെങ്കിൽ അത് വീണ്ടും സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കണം. തൊട്ടടുത്ത കട്ട അടിച്ച് അതിനെ ഇടുന്ന എന്ത് മര്യാദയാണെന്ന് ബിഗ് ബോസ് തന്നെ എനിക്ക് തോന്നുന്നു മറന്നുപോയി കാണും. അത് അങ്ങനെയാണ് ഈ ടാസ്ക് കൈവിട്ട് പോയത്. നെവിനെ വീക്കെൻഡിൽ പൊരിക്കും എന്നുള്ള കാര്യം പിന്നീട് ആദിലയും നൂറയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം പൊരിക്കുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നാളെ അറിയാം. ദെൻ ഫുഡ് നിഷേധിച്ചതിൻ്റെ പേരിൽ ബെസലിൻ്റെ കേസിൽ നമ്മൾ ബെസൽ കഴുകില്ല എന്ന് നൂറയും ആദിലയും അതുപോലെ തന്നെ അനുമോളും പറയുന്നുണ്ട്. ബെസൽ കഴുകാനായിട്ട് ആര്യൻ ഇവരുടെ പിറകെ കെഞ്ചി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു വിഷയത്തിലാണ് ഇല്ല കഴുകാൻ പറ്റില്ല, എനിക്ക് ഫുഡ് നിശ്ചയിച്ചുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആര്യം പറയുന്നുണ്ട് നീ ഇവിടെ ഒരു പണിയും ചെയ്യുന്നില്ല, നീ ഇങ്ങനെ വീക്കെൻഡ് വരുമ്പോൾ ഇതും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും ലാലേട്ടൻ. ഓക്കെ, അപ്പം നീ അനു കുനു എന്ന് പറഞ്ഞ് നടക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം നൂറ നീ ഇത് പോയി നെവിൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും പറ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് നെവിൻ അപ്പം നെവിൻ ഇവിടെ പണി ചെയ്യുന്നുണ്ടെന്ന് ആര്യം പറയുന്നത്. അപ്പം നെവിൻ ഇവിടെ പണി ചെയ്യുന്നുണ്ടോ അതോ എന്താണ് നെവിൻ പണി ചെയ്തതാണ് ഇവിടെ ഒരാളെ ഹോസ്പിറ്റലിലായത് എന്ന് നൂറ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണോ റൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ കാണുമ്പോൾ ഞാൻ ഉൾപ്പെടെ വന്ന് പറഞ്ഞതാണ് ഇടിച്ചു എന്നല്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴാണ് അത് മനസ്സിലാവുന്ന സാധനം ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ബാക്ക് വ്യൂവേ കണ്ടിട്ടുള്ളൂ. നാളെ ചിലപ്പോൾ ഒരു ക്ലോസപ്പ് വ്യൂ കൂടി നമുക്ക് എപ്പിസോഡിൽ തരുമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി വരുമായിരിക്കാം വീക്കെൻഡിൽ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നെവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ നെവിൻ ഓൾറെഡി ആ വിഷയങ്ങളെല്ലാം തേഞ്ഞു തീർന്നതാണ്. വീണ്ടും അത് കുത്തിപ്പൊങ്ങി വരുന്നു. നെവിൻ പറയാണ് അയാൾ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഔട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത സ്പോട്ടിൽ ഔട്ടാവും. അത് നെവിൻ്റെ ചങ്കൂറ്റം, അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നെവിൻ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ എൻ്റെ പേരും പറഞ്ഞ് ഷാനവാസ് ഔട്ടാവുകയാണെങ്കിൽ നെക്സ്റ്റ് സ്പോട്ടിൽ ഞാൻ പുറത്തു പോയിരിക്കും. ഓക്കെ, കാർ ടാസ്ക് വരുന്നു. ശരിക്കും ആ കാർ ടാസ്കിനകത്ത് അക്ബറും അനുമോളും കൂടെ തമ്മിലുള്ള ഇഷ്യൂ, അക്ബറിനെ സപ്പോർട്ട് ചെയ്യാൻ ഷോയ്ക്കകത്ത് ആളുണ്ട്. അത് ഈ പറയുന്ന ഡയറക്ടറിന്റെ കാര്യമാണ് അനുമോൾ പറഞ്ഞു വരുന്നത്. ഉണ്ടോ ഇല്ല എന്നുള്ളത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ പറയും, ഞാൻ മിണ്ടുന്നില്ല. അപ്പോൾ ഈ കേസ് അനുമോൾ പറയുന്നത് എപ്പിസോഡിലില്ല. അത് അനുമോൾ പറയുന്നത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ. തെറ്റാണെങ്കിൽ അനുമോൾക്കല്ലേ നെഗറ്റീവ് ആവുള്ളൂ, ശരിയാണെങ്കിൽ ഷോ പൊട്ടത്തില്ലേ, ഷോയ്ക്ക് അതിൻ്റെ റെപ്യൂട്ടേഷൻ പോവില്ലേ. അപ്പോൾ ഇത് എപ്പിസോഡിലില്ല. എന്തുകൊണ്ട് അതിനെ എപ്പിസോഡിൽ മറച്ചു വെച്ചു? ആ കാറിനകത്ത് നടന്ന ഏറ്റവും വലിയ അടികളിൽ ഒന്നാണത്. അത് എപ്പിസോഡിൽ എന്തുകൊണ്ട് മറച്ചു വെച്ചു? പ്ലസിനകത്തുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്ലസ് ഞാൻ നോക്കലില്ല, കാരണം ഞാൻ ലൈവ് രാവിലെ മുതൽ രാത്രി വരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കാണാത്തല്ലോ പ്ലസ്സിൽ വരുന്നത്. എപ്പിസോഡിൽ എന്തവർ കാണിക്കുന്നു എയർ ചെയ്യുന്നു എന്ന് അറിയാനാണ് എപ്പിസോഡ് കാണുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് കാർ ടാസ്കിനകത്ത് നൂറയും അനീഷും കൂടെ വഴക്കം നടക്കുന്നുണ്ട്. നൂറ ആര്യൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ആ കേസ് എന്തായാലും മിക്കവാറും ആദിലെ പൊട്ടിക്കും. കാരണം ഇന്നലെ മറ്റേ പൊക്കള നോക്കിയ കേസിലെ ആദില കലിയിൽ ഇരിക്കുകയാണ്. ഇതും കൂടെ അവ പൊട്ടിക്കും. ആദ്യം നെവിൻ ഇറങ്ങുന്നുണ്ട്, സാബുമേൻ രണ്ടാമത്, ആദില മൂന്നാമത്, അനു നാലാമത്, അനീഷ് അഞ്ചാമത്, ആറാമത് അക്ബർ, ഏഴാമത് നൂറ, എട്ടാമത് ആര്യൻ. 4:45 വരെ മോർണിംഗ് ടാസ്ക്. ഈ ടാസ്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക് 8 കഴിയുമ്പോൾ അവരുടെ പോയിന്റുകൾ. നൂറ നേരത്തെ ഉള്ള 49 ഇപ്പോൾ ഉള്ള 7 56 പോയിന്റ്. ആര്യൻ നേരത്തെ ഉള്ള 43 ഇപ്പോൾ ഉള്ള 8 51 പോയിന്റ്. അക്ബർ നേരത്തെ ഉള്ള 39 ഇപ്പോൾ 6 45 പോയിന്റ്. നെവിൻ നേരത്തെ ഉള്ള 39 ഇപ്പോഴത്തെ 1 40 പോയിന്റ്. അനു നേരത്തെ ഉള്ള 30 ഇപ്പോഴത്തെ 4 34. സാബുമാൻ നേരത്തെ ഉള്ള 25 ഇപ്പോഴത്തെ 2 27. അനീഷ് നേരത്തെ ഉള്ള 29 ഇപ്പോഴത്തെ 5 34. ആദില നേരത്തെ ഉള്ള 22 ഇപ്പോഴത്തെ 3 25. ഷാനവാസ് നേരത്തെ ഉള്ള 13 ടാസ്കുകൾ ചെയ്തിട്ടില്ല, സോ 13. ബൈ പൊസിഷൻ ആഫ്റ്റർ ടിക്കറ്റ് ഫിനാലയുടെ മൊത്തം ടാസ്ക് കഴിയുമ്പോൾ പൊസിഷൻ നൂറ ഫസ്റ്റ് പൊസിഷൻ 56 പോയിന്റ്. സെക്കൻഡിൽ ആര്യനാണ് 51 പോയിന്റ്. 5 പോയിന്റിന്റെ ലീഡിലാണ് നൂറ ജയിക്കുന്നത്. തേർഡ് അക്ബറാണ് 45 പോയിന്റ്. ഫോർത്ത് നെവിൻ 40 പോയിന്റ്. ഫിഫ്ത്ത് അനുമോൾ 34 പോയിന്റ്. സിക്സ്തും അനീഷ് 34 പോയിന്റ്. സെവൻത് സാബുമാൻ 27 പോയിന്റ്. എയ്ത്ത് ആദില 25 പോയിന്റ്. 9th ഷാനവാസ് 13 പോയിന്റ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർ ടാസ്കിനകത്ത് നൂറ് അത്രയും നേരം ഇരിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ലായിരുന്നു. ടിക്കറ്റ് ഫിനാലെ വമ്പാൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് ഇവിടെ നമുക്ക് ജനങ്ങൾ എത്ര ഉണ്ടെന്ന് കാണിക്കാനൊന്നും അല്ലല്ലോ. 2 പേര് ഈ പറയുന്ന പോലെ നൂറയുടെ തൊട്ട് താഴെ നിന്ന് ആര്യനാണ്. ആര്യന് 43 പോയിന്റ് ഉണ്ടായിരുന്നു. നൂറയ്ക്ക് 49 പോയിന്റ് ഉണ്ട്. ആര്യൻ ഈ ടാസ്കിനകത്ത് ഫസ്റ്റ് അടിച്ചാൽ പോലും ആര്യൻ 51 പോയിന്റേ കിട്ടത്തുള്ളൂ. 2 പേര് ഔട്ടായി കഴിഞ്ഞ് നൂറയ്ക്ക് ഓട്ടോമാറ്റിക്കലി ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നൂറ ജയിച്ചു. കാരണം നൂറയ്ക്ക് 3 പോയിന്റ് മതിയായിരുന്നു ജയിക്കാൻ.
പക്ഷെ നൂറ 7 പോയിന്റ് വരെ കാത്തിരുന്നു. അത് മണ്ടത്തരം കാണിച്ചു, ഉറക്കം കളഞ്ഞു. കാരണം ഈ പറഞ്ഞ 5 മണി വരെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 6 മണിക്ക് എഴുന്നേക്കണം. വീക്കെൻഡിന്റെ ഷൂട്ടുള്ള ദിവസം അവർക്ക് രാവിലെ 6 മണിക്ക് എഴുന്നേക്കാനുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഗുദാ ഹവയായി ചത്തായിരിക്കും മിക്കുള്ളവരും വീക്കെൻഡ് ഇരിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിനുശേഷം നൂറ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ പെണ്ണുങ്ങൾക്ക് ആർക്കെങ്കിലും ടിക്കറ്റ് ഫിനാലെ കിട്ടണമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു, ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കിട്ടി എന്നുള്ളത്. നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടി. അത് ഇന്നത്തെ ഇത്രയും ടാസ്കേ ഉള്ളൂ. ഇത് ലാസ്റ്റ് ടാസ്ക്കാണ്. ഈ 15 എണ്ണം അതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും 8 എണ്ണേ നടത്താൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി നടത്താൻ പറ്റിയിട്ടില്ല. എങ്ങനെ നടത്താനാ? ഈ അടിയുടെയും ബഹളത്തിൻ്റെയും മഴയും കൂടിയുണ്ട്, നടത്താൻ പറ്റത്തില്ല. ഇത്രയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഈ ടിക്കറ്റ് ഫിനാലയുടെ കാർ ടാസ്ക് നടന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂടി നെവിൻ പോയി അനുമോടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കഴിക്കുന്നുണ്ട്, പേഴ്സണൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കഴിക്കുന്നുണ്ട്. ശരിക്കും പേഴ്സണൽ സാധനങ്ങൾ എടുക്കാൻ പാടില്ല, ഞാൻ ഈ വീഡിയോയ്ക്ക് അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നെവിൻ എടുത്തുകൊണ്ട് വന്ന് അവിടെ പ്രൊവോക്ക് ചെയ്യാണ്. മാക്സിമം ഈ ടാസ്ക് പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കുക, ഓരോരുത്തരുടെ പേഴ്സണൽ സാധനങ്ങൾ എടുത്തെടുത്ത് പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കുക. നമ്മൾ നശിപ്പിക്കാനല്ലല്ലോ എടുക്കുന്നത്. അപ്പം അങ്ങനെ കളിക്കാം. പക്ഷേ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ സാധനങ്ങൾ എടുക്കുന്നത് തെറ്റ് തന്നെയാണ്. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുകളും റിവ്യൂകളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. നാളെ ഞാൻ എത്തിക്കഴിഞ്ഞേ വരത്തുള്ളൂ, കാരണം എനിക്കിത് റെസ്റ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.